ഗുഡ് മോർണിംഗ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ആറാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻസ് നോക്കാം. ഫസ്റ്റ് റൂൾ സം ഓർ ഡിഫറൻസ് റൂൾ, അതായത് ഡിവൈഡേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡിവൈഡേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഡിവൈഡേഴ്സ് ഓഫ് ജി ഓഫ് എക്സ്. അതായത് രണ്ട് ഫംഗ്ഷൻസ്, ഒന്ന് എഫും ഒന്ന് ജിയും, ആ രണ്ട് ഫംഗ്ഷൻസിന്റെ സം പ്ലസ് അല്ലെങ്കിൽ ഡിഫറൻസ് മൈനസ് അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഓരോ ഫംഗ്ഷനായിട്ടും പ്രത്യേകം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തേക്കും. മനസ്സിലായല്ലോ? രണ്ടാമത്തത് ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പറയാം. സെപ്പറേറ്റ് വേറെ പറയുകയാണെങ്കിൽ ഡിവൈഡേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡിവൈഡേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡിവൈഡേഴ്സ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് ആദ്യത്തേതും, രണ്ടാമത്തേത് ഡിവൈഡേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡിവൈഡേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡേഴ്സ് ഓഫ് ജി ഓഫ് എക്സ്. ഇതാണ് സം അല്ലെങ്കിൽ ഡിഫറൻസ് റൂൾ. അതായത് ഡെറിവേറ്റീവ് ഓഫ് ദ സം ഓഫ് ടു ഫംഗ്ഷൻസ് ഈസ് ഈക്വൽ ടു sum of their derivatives, അല്ലെങ്കിൽ derivative of the difference of two functions is equal to difference of their derivatives എന്നാണ് ഇതിന്റെ ഈ റൂളിന്റെ വേർഡിലുള്ള മീനിങ്. ഇനി രണ്ടാമത്തത് പ്രോഡക്റ്റ് റൂളാണ്. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ്, അതായത് ഗുണനഫലം മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ആ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഇത് സം അല്ലെങ്കിൽ ഡിഫറൻസ് റൂൾ പോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ മൈനസ് ചെയ്യുന്നതല്ല, നല്ല വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്? ഇത് ഫസ്റ്റ് ഫാക്ടറാണ്, ഇത് സെക്കൻഡ് ഫാക്ടറാണ്. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിനോട് നമ്മളെ ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിലെ ആദ്യത്തെ ഫാക്ടർ എഫ് ഓഫ് എക്സ് ആണ്, രണ്ടാമത്തെ ഫാക്ടർ ജി ഓഫ് എക്സ് ആണ്. അപ്പൊ അങ്ങനെ റൂൾ വരുന്നത് എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിവൈഡേഴ്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് multiplied by dividends of f of x. വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫാക്ടർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ ഫാക്ടർ എന്നോ പറയാം. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഇനി വരുന്നത് മൂന്നാമത്തത് ക്വോഷ്യന്റ് റൂൾ ആണ്. ഡിവൈഡേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് divided by g of x is equal to g of x multiplied by dividends of f of x minus f of x multiplied by dividends of g of x all divided by g of x squared. നമ്മൾ ഇതിനെ ന്യൂമറേറ്റർ f of x ആണ്, ഡിനോമിനേറ്റർ ജി ഓഫ് എക്സ് ആണ്. അങ്ങനെ പേരിൽ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ വായിക്കാം. ഡിനോമിനേറ്റർ ആണ് ആദ്യം വരുന്നത്. കണ്ടില്ലേ? ജി ഓഫ് എക്സ് ആണ് തുടക്കം വരുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡ് ബൈ ദ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. ഇതാണ് ക്വോഷ്യന്റ് റൂൾ. ഇനി നമുക്ക് കോൺസ്റ്റന്റ് റൂൾ ഉണ്ട്. ഡിവൈഡ് എക്സ്. ഇത് ഈ 4 റൂൾസും ആദ്യത്തെ 4 അടുത്തുണ്ടല്ലോ, ഈ 4 ബുക്കിൽ പറയുന്ന വിത്തൗട്ട് പ്രൂഫാണ്. പറഞ്ഞിട്ടില്ല. പിന്നെ വേണമെങ്കിൽ പ്രൂഫൊക്കെ വേറെ ബുക്കിൽ കിട്ടും. അപ്പൊ നമുക്ക് പ്രൂഫ് ആവശ്യമില്ല, ഈ റൂൾസ് മാത്രം മതി. പിന്നെ വരുന്നത് കോൺസ്റ്റന്റ് റൂളാണ്. ഡിവൈഡേഴ്സ് ഓഫ് സി ഈക്വൽ 0 ഫോർ എനി കോൺസ്റ്റന്റ് സി. അതെങ്ങനെ വരുന്നതെന്നറിയോ? നമ്മൾ ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ മീനിങ് ഫുള്ളി പഠിച്ചതാണ്. ഒരു ഫംഗ്ഷനെ ഡൊമൈനിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂവിലുള്ള മാറ്റത്തിന്റെ റേറ്റ് ആണല്ലോ ഡെറിവേറ്റീവ്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് യാതൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാവില്ല. ഡൊമൈനിൽ എന്ത് മാറ്റം ഉണ്ടായാലും ശരി, റേഞ്ചിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് റേഞ്ചിൽ മാറ്റം ഇല്ലെങ്കിൽ പിന്നെ മാറ്റത്തിന് നിരക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിന്റെ ഡെറിവേറ്റീവ് 0 ആവുന്നത്. പിന്നെ വരുന്നത് ലാസ്റ്റ് സ്കെയിലർ മൾട്ടിപ്പിൾ റൂളാണ്. ഡിവൈഡേഴ്സ് ഓഫ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഒരു കോൺസ്റ്റന്റും ഒരു ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് ചെയ്താൽ മതി? കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റിയിട്ട് ഈ സി
ഡെറിവേറ്റീവിൻ്റെ പുറത്തേക്ക് മാറ്റിയിട്ട് കണ്ടോ സി ഇൻറ്റു ഡി ബൈ ഡി എക്സ്, അതായത് ഡെറിവേറ്റീവ് ഫംഗ്ഷന് മാത്രം അപ്ലൈ ചെയ്യാം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി മൾട്ടിപ്ലൈഡ് ബൈ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. സി മാത്രം ആണെങ്കിലോ, സി ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സിയുടെ കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റിയിട്ട് ഫംഗ്ഷന്റെ മാത്രം ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഇങ്ങനെ 5 റൂൾസ്. പിന്നെ നമ്മൾ വളരെ പഠിച്ചിരിക്കുന്ന റൂളുണ്ട്. ആറാമത്തത് പിന്നെ പവർ റൂൾ ആണ്. പവർ റൂൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് തന്നെയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇങ്ങനെ 6 റൂൾസ് ഉപയോഗിച്ചാണ് ഇനി നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫങ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. ഇത് എ ബി സി ഡി ഇ എഫ് ഒന്ന് ചേർക്കാം. ജി റൂട്ട് എക്സ് ഇങ്ങനെ ചേർക്കാം. ഇത് എല്ലാം നമ്മൾ ചെയ്യുന്നത് പവർ റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. വാട്ട് ഇസ് പവർ റൂൾ? we have d by dx of x raised to n is equal to n into x raised to n minus 1. ഈ റൂൾ ഉപയോഗിച്ചാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വെറൈറ്റി നോക്കാം, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ വരുമ്പോൾ ഉപയോഗിക്കേണ്ടത് പവർ റൂൾ ആണെന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കാം. മനസ്സിലായല്ലോ? നോക്കാം. എ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂ. അപ്പോൾ അത് നമ്മൾ ഈ തിയറമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ തിയറത്തിൻ്റെ അതേ ഷേപ്പിലാണ് ഇതുള്ളത്. ഡി ബൈ ഡി ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആവുന്നത് പോലെ ഡി ബൈ ഡി ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ആരാണ്? എൻ്റെ വാല്യൂ ഏതാണ്? 3 ആണ്. അപ്പോൾ എൻ്റെ ആൻസർ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1, അതായത് 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞു. ബി നോക്കിയേ. ബി എക്സ് റൈസ് ടു 4/3. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 4/3. ഇതിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4/3 ആണ്. എക്സിൻ്റെ പവർ എന്താണോ വരുന്നത് അതിനെയാണ് നമ്മൾ n എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡി ബൈ ഡി ഓഫ് എക്സ് റൈസ് ടു 4/3 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 4/3 ആണ്. അപ്പോൾ ആൻസർ n x raised to n minus 1, that is 4/3 into x raised to 4/3 minus 1, that is 4/3 multiplied by x raised to ഈ 4/3 minus 1 എങ്ങനെ ചെയ്യുന്നറിയാലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ 4 minus 3 into 1, that is 3 divided by 3, all divided by 3, that is 4/3 x raised to 4 minus 1 is 1/3. Okay. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 1/x raised to 7. C. Question number C. d by dx of 1 divided by x raised to 7. അപ്പോൾ നമ്മൾ തിയറവും ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ഫോമിലാണ്. രണ്ടും ഒരേ ഫോമിലല്ല, വ്യത്യസ്തങ്ങളായ ഫോമിലാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ അതേ സ്റ്റൈലിലേക്ക് ഇതിനെ ആദ്യം മാറ്റി എഴുതണം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ 1/x raised to 7 അവിടെ നമ്മൾ ആൾജിബ്ര ഉപയോഗിക്കാം. ഇറ്റ് ഈസ് സെയിം ആസ് x raised to -7. അതായത് റൂൾ വെച്ചിരിക്കുന്നത് റൂൾ ഇതാണ്. 1/a raised to m is equal to a raised to -m. ആ റൂള് പരിചയമില്ലാത്തവരെ അല്ലെങ്കിൽ മറന്നുപോയവർ അതൊന്ന് എഴുതി വെക്കണം. ആ റൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ 1/x raised to 7 എന്നുള്ളത് നമ്മൾ x raised to -7 എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഡിഫറൻസിയേഷൻ അല്ല, ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ d by dx of x raised to -7 ഇനി ചെയ്യണം. അപ്പോൾ എന്താണ് റൂളിൻ്റെ അതേ സ്റ്റൈൽ വന്നു. വാട്ട് ഇസ് n? n is equal to -7. So its answer is n into, അതായത് -7 into x raised to n minus 1.
means minus 7 minus 1, that is minus 7 x raised to minus 7 minus 1 is minus 8. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നാലാമത്തെ ഫംഗ്ഷൻ നോക്കാം. 1 divided by x raised to 7 by 8. അത് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. d by dx of 1 divided by x raised to 7 by 8 equal to d by dx of x raised to minus 7 by 8. ഇതേ റൂളിനെ ഒരിക്കൽ കൂടി ഉപയോഗിച്ചു. ഇപ്പോൾ താഴെ ഇരിക്കുന്ന ഫംഗ്ഷൻ മേലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ഡിവൈഡ് മൈനസ് 7 by 8 എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് n? n is equal to minus 7 by 8. So answer is n into, അതായത് minus 7 by 8 into x raised to n minus 1 is minus 7 by 8 minus 1, that is minus 7 by 8 x raised to cross multiply ചെയ്യാം is minus 7 minus 8 into 1 is 8 divided by 8, that is minus 7 by 8 x raised to minus 7 minus 8 is total minus 15 by 8. ഇങ്ങനെ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എഴുതാം. ഇനി അഞ്ചാമത്തെ d by dx of 1 by x ആണ്. നോക്കാം. അഞ്ചാമത്തെ d by dx of 1 by x. വീണ്ടും അതേ റൂൾ വെച്ചിട്ട് ഇതിനെ എക്സിനെ മേലേക്ക് കയറ്റി എഴുതാം. അപ്പോൾ d by dx of എന്താണ് വരിക? x raised to 1 by x എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ എത്രയാണ്? 1 ആണ് അല്ലേ? x means x raised to 1. ആ എക്സ് മേലേക്ക് കയറുമ്പോൾ പവർ നെഗറ്റീവ് ആകുമ്പോൾ x raised to minus 1 എന്നായിട്ട് മാറും. ഇറ്റ് ഇസ് d by dx of x raised to minus 1, that is equal to minus 1, അതായത് n. ഈ റൂൾ കൊണ്ടും n into x raised to n minus 1, that is minus 1 into x raised to n minus 1 is minus 1 minus 1. n വാല്യൂ minus 1 ആണ്. അപ്പോൾ n minus 1, minus 1 minus 1, that is minus 1 into x raised to minus 2, അതായത് minus x raised to minus 2. ക്ലിയർ അല്ലേ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ d by dx of x. ക്വസ്റ്റ്യൻ നമ്പർ f. d by dx of x. x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ x means it is x raised to 1. x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ വീണ്ടും ഈ റൂൾ ഉപയോഗിക്കുമ്പോൾ n into, അതായത് 1 into x raised to n minus 1 becomes 1 minus 1 equal to 1 into x raised to 0, that is 1 into 1 അല്ലേ? x raised to 0 is equal to 1. ഏത് നോൺ സീറോ നമ്പർ ആയാലും അതിൻ്റെ പവർ 0 എടുത്താൽ അത്രയാണ് 1 ആണ്. അപ്പോൾ x raised to 0 is 1, that is 1 into 1 equal to 1. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയായിട്ട് പഠിച്ചു വെച്ചേക്കണം. that is d by dx of x is equal to 1 എന്നുള്ളത് പഠിച്ചു വെച്ചു. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? d by dx of root x. d by dx of root x. Question number G. d by dx of root x equal to d by dx of root x നെ നമ്മൾ ഒരു പവർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് x raised to 1 by 2. ഇത് നമ്മൾ ലിമിറ്റ്സ് പഠിക്കുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി. root x is same as x raised to 1 by 2, that is equal to d by dx of ഇവിടെ n ന്റെ വാല്യൂ 1 by 2 ആണ്. അപ്പോൾ നേരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ n, that is 1 by 2 into x raised to n minus 1, that is 1 by 2 minus 1, that is 1 by 2 x raised to 1 minus cross 2 into 1, 2 by 2, that is 1 by 2 x raised to 1 minus 2 is minus 1 by 2. ഇങ്ങനെയാണ്
ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യാം, ഒന്നുകൂടി ആഡ് ചെയ്യാം. h 1/√x 1/√x അതെങ്ങനെ ചെയ്യാൻ നോക്കാം. h d by dx of 1/√x equal to d by dx of 1/x raised to 1/2. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ 1/x മേലോട്ട് കയറ്റി എഴുതുമ്പോൾ ഇറ്റ് ഈസ് d by dx of x raised to minus half, that is minus half x raised to minus half minus 1, n x raised to n minus 1, that is minus half x raised to minus 1. 2 into 1 is 2/2, that is minus half x raised to minus 3/2. ഇങ്ങനെയൊക്കെയാണ് ഈ പവർ റൂളിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി നമ്മൾ സം ആൻഡ് ഡിഫറൻസ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ കോൺസ്റ്റന്റ് റൂളും കൂടെ ചേർത്തിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 3 റൂൾസ് ഒരുമിച്ച് വരും. ഒന്ന് സം റൂൾ വരും, ഡിഫറൻസ് റൂൾ വരും, പിന്നെ കോൺസ്റ്റന്റ് റൂളും വരും. അതെങ്ങനെയാണ് നോക്കാം. Question number 2. Differentiate 2x³ minus 4x plus 5 with respect to x. അതിനപ്പോൾ സം വരുന്നുണ്ട്, സബ്സ്ട്രാക്ഷൻ അതായത് ഡിഫറൻസ് വരുന്നുണ്ട്, പിന്നെ സ്കെയിലാർ മൾട്ടിപ്പിൾ വരുന്നുണ്ട്, പിന്നെ കോൺസ്റ്റൻസ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ 4 റൂൾസിലേക്ക് വരുന്നു. അതൊക്കെയാണ് ഒന്ന് സം റൂൾ, ഒന്ന് ഡിഫറൻസ് റൂൾ, ഒന്ന് കോൺസ്റ്റന്റ് റൂൾ, വേറൊന്ന് സ്കെയിലാർ മൾട്ടിപ്പിൾ റൂൾ. അപ്പോൾ എല്ലാം കൂടി ഈ ഒരു പ്രോബ്ലം കൊണ്ട് മനസ്സിലാവും. ഒന്ന് നോക്കാം. d by dx of 2x³ minus 4x plus 5 is equal to, ആദ്യം അപ്ലൈ ചെയ്യുക, എല്ലാം കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്താൽ മനസ്സിലാവില്ല. ആദ്യം അപ്ലൈ ചെയ്യുന്നത് സം റൂളും ഡിഫറൻസ് റൂളാണ്. അതായത് എത്ര ടേംസ് ഉണ്ടോ അത്രയും ടേംസിൻ്റെ ഡെറിവേറ്റീവായിട്ട്, അതായത് d by dx ആയിട്ട് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എഴുതും. എന്ന് വെച്ചാൽ d by dx of first term, d by dx of first term is 2x³. പിന്നെ വന്നൊരു സിമ്പിൾ എന്താണ്, മൈനസ് ആണ്, അതായത് ഡിഫറൻസ് റൂളാണ് ഉപയോഗിക്കുന്നത്. മൈനസ് d by dx of second term 4x, പിന്നെ പ്ലസ് ആണ്, പ്ലസ് d by dx of 5. നമ്മൾ എഴുതിയിരിക്കുന്ന റൂളിൽ 2 ഫംഗ്ഷൻസേ പറഞ്ഞിട്ടുള്ളൂ, എഫും ജിയും. ഇതിൽ 3 ഫംഗ്ഷൻസ് ഉണ്ട്, 1 2 3. അപ്പോൾ 2 മാത്രം അപ്ലൈ എന്ന് വിചാരിക്കരുത്. അത് എത്ര ഫംഗ്ഷൻസിന് വേണം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് 3 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് 3 ടേംസിൻ്റെ തുകയായിട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി ഇതുപോലെ പറ്റും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നത് സ്കെയിലാർ മൾട്ടിപ്പിൾ റൂളാണ്. അതായത് ഒരു ഫംഗ്ഷനും അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റും വന്നിരുന്നാൽ എന്ത് ചെയ്യണം, കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് മാറ്റിയിട്ട് ഫംഗ്ഷൻ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഫസ്റ്റ് ടൈമിൽ ആരാണ് കോൺസ്റ്റൻറ്റ്, 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ x³ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ ഇതിൻ്റെ പുറത്തേക്ക് മാറ്റി എഴുതും. എന്നിട്ട് d by dx ആർക്ക് മാത്രം, x³ മാത്രം അപ്ലൈ ചെയ്യും. അതായത് x³ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഈക്വൽ ടു 2 into d by dx of x³ മൈനസ്, അതേ സ്റ്റൈലാണ് ഇവിടെ വരുന്നത്. 4 കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ x ഫംഗ്ഷൻ ആണ്. അപ്പോൾ 4 പുറത്തേക്ക് മാറ്റിയിട്ട് 4 മൾട്ടിപ്ലൈഡ് ബൈ d by dx of x എന്ന് എഴുതാം. പിന്നെ ലാസ്റ്റ് ടേം നോക്കി d by dx of 5, അതേതാ റൂൾ, അവിടെ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഒരു ഫംഗ്ഷൻ ചേർന്നിട്ടില്ല. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് മാത്രം ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ റൂളിൻ്റെ പേരാണ് കോൺസ്റ്റന്റ് റൂൾ. d by dx of c ഈക്വൽ ടു 0 ഫോർ എനി കോൺസ്റ്റന്റ് c എന്ന് പഠിച്ചത്. അപ്പോൾ ഏത് കോൺസ്റ്റന്റ് c ആയിരുന്നാലും അത് ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇവിടെ എഴുതാം, ബിക്കോസ് 5 is a
constant. Therefore d by dx of 5 equal to 0 by constant rho. പിന്നെ ഈ എഴുതിയിരിക്കുന്നതാണ് സം ആൻഡ് ഡിഫറൻസ് റൂളാണ് ഈ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. അത് എഴുതി വെക്കണം. ഈ സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് ഇതും എന്താണ്, ഇത് രണ്ടും എഴുതിയിരിക്കുന്നത് സ്കെയിലാർ മൾട്ടിപ്പിൾ റൂളാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് കോൺസ്റ്റന്റ് റൂൾ ഉപയോഗിച്ചാണ്. എക്സാമിനേഷൻ ആൻസർ എഴുതുകയാണെങ്കിൽ ഇതൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൈഡ് നോട്ട് സൈഡ്സ് എഴുതി തരുന്നതാണ്. അതൊന്നും എക്സാമിനേഷന് വേണ്ട ആൻസർ മാത്രം എഴുതി കഴിഞ്ഞാൽ മതി. ഇനി നമ്മൾ ഇതിനെ ബാക്കി ചെയ്യുക. ഇറ്റ് ഈസ് 2 മൾട്ടിപ്ലൈഡ് ബൈ വാട്ട് ഇസ് d by dx ഓഫ് x ക്യൂബ് നമ്മൾ ചെയ്തല്ലേ, പവർ നമ്മൾ ചെയ്തല്ലേ. ഇറ്റ് ഈസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 2 മൈനസ് 4 ഇൻറ്റു d by dx ഓഫ് x. നമ്മൾ ഒരു പിന്നെ സ്റ്റാൻഡേർഡ് ഫോർമുലയായിട്ട് നമ്മൾ ആൻസർ കിട്ടിയപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. d by dx ഓഫ് x ഈസ് 1. അപ്പം 4 ഇൻറ്റു 1 പ്ലസ് 0. ഇവിടെ വേണമെങ്കിൽ റീസൺ എഴുതാം. ബിക്കോസ് d by dx of x equal to 1, that is 2 multiplied by 3x squared minus 4 എന്ന് എഴുതാം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ d by dx of x ക്യൂബ് ഇത് 3x സ്ക്വയർ എന്നല്ലേ, അതൊക്കെ നമ്മൾ കുറേ കഴിയുമ്പോൾ പ്രോബ്ലംസ് ചെയ്ത് അത് നമുക്ക് ബൈ ഹാർട്ടാവും. അതുപോലെ d by dx of x സ്ക്വയർ വരിക 2x എന്നാണ് വരിക. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയും സമയം ഉപയോഗിക്കാതെ വേഗത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അതൊക്കെ ബൈ ഹാർട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഇത് നോക്കാം. ഇറ്റ് ഈസ് 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ് റെസ് ടു 3 മൈനസ് 2 ആണ്. സോറി 3 മൈനസ് 2 അല്ല, 3 മൈനസ് 1. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു എക്സ് റെസ് ടു 3 മൈനസ് 1 ആണ് 2 ആയത്. ഇൻറ്റു 4 ഇൻറ്റു 1 പ്ലസ് 0, ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 ഈസ് 6x സ്ക്വയർഡ് മൈനസ് 4 എന്ന് വരും. ഇങ്ങനെയാണ് സം റൂൾ, ഡിഫറൻസ് റൂൾ, സ്കെയിലാർ മൾട്ടിപ്പിൾ റൂൾ ആൻഡ് കോൺസ്റ്റന്റ് റൂൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് പിന്നെ പ്രോഡക്റ്റ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ കോഷ്യന്റ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ക്ലോസ് ചെയ്താൽ ഈ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ 3. ഇത് പ്രോഡക്റ്റ് റൂളിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള എക്സാമ്പിളാണ്. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു x. 1 x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് ബി. രണ്ടാമത് എക്സ് റെസ് ടു 5 ഇൻറ്റു 3 മൈനസ് 6 എക്സ് റെസ് ടു മൈനസ് 9. ഇങ്ങനെയാണ്. അപ്പം നമ്മൾ രണ്ടിലും അപ്ലൈ ചെയ്യുന്നത് പ്രോഡക്റ്റ് റൂളാണ്. d by dx ഓഫ് f of x ഇൻറ്റു g of x is equal to f of x into d by dx of g of x plus g of x into d by dx of f of x. അതായത് first function into derivative of second function plus second function into derivative of first function. ആരാണ് ഫസ്റ്റ്? f of x ആണ്. സെക്കൻഡ് g of x ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എ നോക്കാം. therefore d by dx of x minus 1 into x minus b equal to. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൽ ആരാണോ ആദ്യം കാണുന്നത് അതിനെ എഫ് ആയിട്ടും രണ്ടാമത് കാണുന്നതിനെ ജി ആയിട്ടും എടുക്കാം. എഫ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ്, ജി എന്ന് വെച്ചാൽ ജി ഓഫ് എക്സ്. അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പം എന്താണ് റൂൾ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നല്ലേ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ്, അതായത് എക്സ് മൈനസ് 1 മൾട്ടിപ്ലൈഡ് ബൈ d by dx of second, that is x minus b plus second function x minus b into derivative of another d by dx of first function x minus 1, that is equal to x minus 1 into ഇവിടെ നമ്മുടെ സം റൂൾ അല്ലെങ്കിൽ ഡിഫറൻസ് റൂൾ അപ്ലൈ ചെയ്യാണ്. ആദ്യം d by dx of x is d by dx of x minus d by dx of b. ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതാണ് ഡിഫറൻസ് റൂൾ. d by dx of x മൈനസ് d by dx of b പ്ലസ്
എക്സ് മൈനസ് ബി ഇൻറ്റു ഇതിലും അങ്ങനെ ചെയ്യാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 that's equal to x minus 1 into what is d by dx of x നമ്മൾ പഠിച്ചാണല്ലോ d by dx of x is 1 and b is a constant b constant ആണെന്നും ആരും പ്രത്യേകിച്ച് പറയുന്നില്ല x ഒഴികെ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ മനസ്സിലായില്ലേ x ഒഴികെ ബാക്കി എല്ലാം കോൺസ്റ്റന്റ്സ് ആണ് അപ്പോൾ b കോൺസ്റ്റന്റ് ആണ് അപ്പോൾ d by dx of b is a constant its derivative is 0 plus x minus b multiplied by again d by dx of x is 1 and d by dx of 1 is a constant its derivative is 0 is equal to x minus 1 into 1 minus 0 is 1 plus x minus b into again 1 minus 0 is 1 that is equal to x minus 1 into 1 is x minus 1 plus x minus b into 1 is x minus b that is x plus x is 2x minus 1 minus b 2x minus 1 minus b ഓക്കെ ഇങ്ങനെയാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ വരുന്നത് രണ്ടാമത്തെ എങ്ങനെയാണെന്ന് നോക്കാം x raised to 5 into 3 minus 6 x raised to minus 9 എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം d by dx of x raised to 5 into 3 minus 6 x raised to minus 9 അപ്പോൾ ഈ പ്രോഡക്റ്റിലെ ആദ്യത്തെ ഫാക്ടർ x raised to 5 ആണ് അപ്പോൾ അതിനെ f ആയിട്ട് എടുക്കുക രണ്ടാമത്തെ ഫാക്ടർ ഈ ബ്രാക്കറ്റ് മുഴുവനാണ് അതിനെ g ആയിട്ട് എടുക്കുക ഫോർമുല ആദ്യം ഒന്ന് പ്രസന്റ് ചെയ്യണം ആദ്യം ഫോർമുല എഴുതി ശേഷം നമ്മൾ ഫംഗ്ഷൻ എഴുതി ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് f of x ഇതാണ് f of x ഫസ്റ്റ് ഫംഗ്ഷൻ into d by dx of g of x അതായത് രണ്ടാമത്തെ ഫംഗ്ഷൻ d by dx of 3 minus 6 x raised to minus 9 അത് കഴിഞ്ഞു പ്ലസ് g of x അതായത് രണ്ടാമത്തെ ഫംഗ്ഷൻ 3 minus 6 x raised to minus 9 into d by dx of f of x എന്ന് വെച്ചാൽ ആദ്യത്തെ ഫംഗ്ഷൻ x raised to 5 അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കഴിയും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു d by dx of second function plus second function into d by dx of first function that's equal to x raised to 5 into ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻസ് റൂളും സ്കെയിലാർ മൾട്ടിപ്പിളും ഒരുമിച്ച് അപ്ലൈ ചെയ്യും അപ്പോൾ ആദ്യം d by dx of 3 minus d by dx of 6 x raised to minus 9 ആണ് വരിക പക്ഷേ അതിൽ 6 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ സ്കെയിലാർ മൾട്ടിപ്പിൾ റൂൾ അപ്ലൈ ആണെങ്കിൽ 6നെ പുറത്തേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മാത്രം d by dx എന്ന ഡെറിവേറ്റീവ് എഴുതിയാൽ മതിയാവും അപ്പോൾ മൈനസ് 6 എഴുതിയിട്ട് ഇൻറ്റു d by dx ഓഫ് x raised to minus 9 എഴുതാം പ്ലസ് 3 minus 6 x raised to minus 9 ഇൻറ്റു d by dx of x raised to 5 നമ്മുടെ പവർ റൂൾ എന്താണ് n x raised to n minus 1 എന്ന് അപ്ലൈ ചെയ്യാം അല്ലേ d by dx of x raised to n is n x raised to n minus 1 ആണ് ആ n ന്റെ വാല്യൂ 5 ആവുമ്പോൾ ഇത് എന്താവും 5 into x raised to 5 minus 1 എന്ന് എഴുതാം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ is x raised to 5 into d by dx of 3 ഒരു കോൺസ്റ്റന്റ് ആണ് അപ്പോൾ ഡെറിവേറ്റീവ് 0 minus 6 into d by dx of x raised to minus 9 അത് വീണ്ടും ഇതേ റൂൾ ചെയ്യാം അപ്പോൾ n ന്റെ വാല്യൂ മൈനസ് 9 ആണ് അപ്പോൾ മൈനസ് 9 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 9 മൈനസ് 1 എന്ന് എഴുതാം n എക്സ് റേസ് ടു n മൈനസ് 1 പ്ലസ് 3 മൈനസ് 6 എക്സ് റേസ് ടു മൈനസ് 9 ഇൻറ്റു 5 എക്സ് റേസ് ടു 5 മൈനസ് 1 is 4 that's equal to x raised to 5 into the 0 minus of minus is plus. The minus 6 into minus 9 is positive of 54 of x raised to minus 9 minus 1 is 10 plus ഇത് expand ചെയ്താൽ 5x raised to 4 into 3 is 15x raised to 4 പിന്നെ 5x raised to 4 into minus 6x raised to minus 9
5 into minus 6 is minus 30. Okay, 5 into minus is minus 30. Then x raised to 4 into x raised to minus 9 is x raised to minus 9 plus 4 എന്നാണ് വരിക അല്ലേ. എക്സ്പൊണൻസ് ആഡ് ചെയ്യും. ഇങ്ങനെ എക്സിൻ്റെ രണ്ട് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂൾ ഇതാണ്. എസ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഈസ് എസ് റേസ് ടു എം പ്ലസ് എൻ ആണ്. ആ റൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 5 ഇൻറ്റു മൈനസ് 6 ഈസ് മൈനസ് 30. പിന്നെ എക്സ് റേസ് ടു 4 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 9 ഈസ് എക്സ് റേസ് ടു ടോട്ടൽ മൈനസ് 9 പ്ലസ് 4 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി ഇത് ഒന്നുകൂടി ചെയ്യാം. ഇസ് 54 എക്സ് റേസ് ടു വീണ്ടും അതേ റൂൾ തന്നെ എക്സ് റേസ് ടു 5 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 10 ഇസ് ടോട്ടൽ എക്സ് റേസ് ടു 5 പ്ലസ് മൈനസ് 10 മൈനസ് 15 എക്സ് റേസ് ടു 4 മൈനസ് 30 x raised to minus 9 plus 4 is minus 5. That is 54 x raised to 5 plus minus 10 is minus 5 minus 15 x raised to 4 minus 30 x raised to minus 5. അപ്പോൾ x raised to minus 5 രണ്ട് ഇടങ്ങളിലായിട്ടുണ്ട്. ഒന്ന് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതിൽ 54 ഉണ്ട്, ഇതിൽ 30 ആണ്. അപ്പോൾ ടോട്ടൽ 54 minus 30 is total 24 x raised to minus 5 minus 50 x raised to 4. ഇതും കൂടി ചേർന്നിട്ടാണ് 24 x raised to minus 5 ആവുന്നത്. പിന്നെ മിഡിൽ ടേം മൈനസ് 15 x raised to 4. അപ്പോൾ ഈ ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ നന്നായി ശ്രദ്ധിക്കണം. അത് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. അടുത്തത് ക്വോഷ്യൻ റൂളിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. രണ്ട് ക്വസ്റ്റ്യൻസ്. ഒന്ന് എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി, അടുത്ത എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ്. നോക്കാം. ഇതാണ് അത് ക്വോഷ്യൻ റൂൾ എന്ന് എഴുതി വെക്കണം. ഡിവൈഡേഴ്സ് ഓഫ് എഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ഡിവൈഡേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എക്സ് ബൈ ഡിവൈഡേഴ്സ് ഓഫ് ജി എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് സ്ക്വയർ. അതായത് ആദ്യം ന്യൂമറേറ്റർ ആണ് വരുന്നത്. ജി ഓഫ് എക്സ് ആണ് ന്യൂമറേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു derivative of denominator into derivative of numerator minus numerator into derivative of denominator whole divided by denominator squared ആണ്. അത് നേരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. for d by dx of x minus a divided by x minus b equal to, അപ്പോൾ ഇതാണ് g, ഇതാണ് f. മേലെ കാണുന്നത് f ഉം താഴെ കാണുന്നത് g ഉം. നമ്മൾ g of x അതായത് x minus b into d by dx of f of x അതായത് x minus a മൈനസ് ആണ് ഇതിന് വരുന്നത് മൈനസ് f of x അതായത് ന്യൂമറേറ്റർ x minus a into d by dx of g of x means denominator x minus b all divided by square of denominator, that is x minus b whole square. അപ്പോൾ denominator into d by dx of numerator minus numerator into d by dx of denominator whole divided by denominator square. application മനസ്സിലായല്ലോ. ഇനി ചെറുതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ ഉള്ളൂ. is equal to x minus b into d by dx of x minus d by dx of a minus x minus a into d by dx of x minus d by dx of b all divided by x minus b all square. That is x minus b into d by dx of x is 1 and d by dx of a constant ആണ് 0 minus x minus a into d by dx of x is again 1 minus d by dx of b constant ആണ് 0 divided by x minus b whole square. That is x minus
b into 1. x minus b into 1 minus x minus a into 1 minus 0 അതും 1 divided by x minus b square. ഇനി x minus b into 1 എന്ന് വെച്ചാൽ എന്താണ്? x minus b ആണ് മൈനസ് x minus a into 1 എന്ന് വെച്ചാൽ x minus a ആണ് divided by x minus b squared. അതായത് ഈ എക്സും മൈനസ് എക്സ് ആയിട്ട് ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് മൈനസ് ബി മൈനസ് ഓഫ് മൈനസ് ദാറ്റ് ഈസ് പ്ലസ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ. ഒന്നുകൂടി വൃത്തിയായിട്ട് ആദ്യം പോസിറ്റീവും രണ്ടാമത് നെഗറ്റീവ് എഴുതുകയാണെങ്കിൽ ദിസ് എ മൈനസ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. അതിൽ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ കാര്യമായിട്ട് പറയാൻ പുതിയ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ പഴയ കാര്യങ്ങൾ തന്നെയായതുകൊണ്ട് ഞാൻ സൊല്യൂഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് 3 ചാപ്റ്ററാണുള്ളത്. അത് നമ്മൾ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്, വളരെ വേഗം തന്നെ അത് തീർക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ സൊല്യൂഷൻ നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കഷൻ ക്ലാസ്സിൽ ചോദിക്കും. ഓക്കെ.